നമസ്കാരം, മഞ്ഞപ്ര വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ടിറ്റോ കോലഞ്ചേരി. ഗ്ലോബൽ സൊസൈറ്റി ഓഫ് മഞ്ഞപ്രയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള അവധിക്കാല സൗജന്യ പ്രസംഗ നേതൃത്വ പരിശീലന പരിപാടിക്ക് ശുഭകരമായ പര്യവസാനം. വാർത്ത കാണാം. ഇന്ന് 8ാമത്തെ ദിവസമാണ്. നമ്മൾ പറഞ്ഞ മാതിരി ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് നമ്മൾ കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊടുക്കും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ പോയി കളിക്കാനുള്ള ഗെയിംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതേവരെ ചെയ്ത കാര്യങ്ങൾ ആദ്യത്തെ ദിവസം മുതൽ ഇന്നേ വരെ ചെയ്ത കാര്യങ്ങൾ റിവൈസ് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊന്ന് റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ, ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മളാർക്ക് ഓർമ്മയുണ്ട്, ഏറ്റവും ആദ്യ ദിവസങ്ങളിലൂടെ എഴുതിച്ച കാര്യം എന്തായിരുന്നു? അതെ, നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കഴിവുകൾ തിരിച്ചറിയണം. ആ കഴിവുകളുള്ള വിശ്വാസത്തെയാണ് നമ്മൾ വിശ്വാസം. നമുക്കത് ഉണ്ടായാൽ മാത്രമാണ് ജീവിതത്തിലെ ഓരോ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. രണ്ടാമത് പഠിച്ചത്, അങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസ് ആവുമ്പോൾ ഉണ്ടായി വരുന്നൊരു കാര്യമാണ് ആത്മാഭിമാനം, സെൽഫ് എസ്റ്റീം. ഇത് രണ്ടും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് എവിടെയും നമുക്ക് എന്ത് കാര്യം നേടാൻ സാധിക്കും എന്നാണ് നമ്മൾ ചരിത്ര പ്രസിദ്ധരായ വ്യക്തികളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്. അവർക്കുണ്ടായിരുന്ന ആത്മവിശ്വാസവും ആത്മാഭിമാനവുമാണ് ഇപ്പോൾ നിലവിലുള്ള വലിയ നേതാക്കന്മാർക്കൊക്കെ ഉള്ളത്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കണം. ഇനി ഈ പരിശ്രമത്തിനൊരു ഉത്സവമുണ്ട്. നമ്മളാരും മറ്റുള്ള വ്യക്തിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത്. നമ്മൾ സ്വയം ഇമ്പ്രൂവ് ആവുക. നമ്മൾ ഒരു മാസം മുമ്പുള്ള നമ്മളെക്കാൾ അല്പമെങ്കിലും ബെറ്റർ നമ്മൾ അടുത്ത മാസം ആവണം, അടുത്ത വർഷമാവണം, ഓരോ ക്ലാസ് കഴിയുന്നതോടാവണം. ഇനിയിപ്പോൾ കഴിവുകൾ വ്യത്യസ്തമാണ്. ജെസ്സിക്കയുടെ കഴിവായിരിക്കില്ല അൽക്കാനിയുടെ ആയിരിക്കില്ല, എമ്മയ്ക്ക് എല്ലാവരും മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പഠന കാര്യങ്ങളാണെങ്കിലും സ്പോർട്സ് പരമായ കാര്യങ്ങളാണെങ്കിലും ഇനിയിപ്പോൾ കലാപരമായ കഴിവുകളാണെങ്കിലും അത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ പഠന കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തുക. അതിനൊപ്പം ഈ പറഞ്ഞ നിങ്ങളുടെ എക്സ്ട്രാ ഹോബീസ് മനസ്സിലാക്കി അതിനു വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കണം. എല്ലാ ആഴ്ചയിലും കുറച്ച് മണിക്കൂറുകൾ മാറ്റി വയ്ക്കണം. അപ്പോഴാണ് നമുക്ക് ഒരു എന്താ പറയുക, വിരസതയില്ലാതെ നമുക്ക് ഓരോ ദിവസവും കടന്നു പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും പഠിത്തം എന്നതിന് ഒതുങ്ങിപ്പോകും. അപ്പം ഹോബീസ് കൂടി ഉണ്ടെങ്കിൽ അതിനൊപ്പം നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ പഠനവും രസമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആകുമ്പോൾ നമ്മൾ അതിന് എനർജറ്റിക് ആയിരിക്കും. ഓക്കെ, 2, 3, നമ്പർ 3, 4 കണ്ണൂരാ 4. ഓക്കെ, അപ്പൊ എല്ലാ 1ഉം ഇവിടേക്ക്, 2 ഇവിടേക്ക്, 3 ഇവിടേക്ക്, 4 ഇവിടേക്ക്. വേഗം 1, 2, 3, 4. അപ്പോൾ ജസ്റ്റ് വേദിയാണ്. വെരി ഗുഡ്. നോ പ്രോബ്ലം. ശ്രദ്ധിച്ചാൽ മതി, പതുക്കെ ചെയ്താൽ മതി. 9. ഓക്കെ, ഗുഡ് അറ്റംപ്റ്റ്. യെസ്, 3 or 4. ഫോർവേഡ്, റൈറ്റ്, ഫോർവേഡ്, നിങ്ങൾ 5 പേരൂടെ നിന്നൊക്കെ ഒരു വണ്ടിയുടെ ഫ്രണ്ട് മാത്രം നിങ്ങൾ ബാക്കിലെ ടയർ എവിടേക്ക് പോകും? ഇങ്ങനെ കേട്ടില്ലേ? ഫുള്ളായിട്ട് ആ 5 ബോഡി എടുത്ത് തിരിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് പറയാൻ. തനിക്ക് മനസ്സിലായോ? അതിന്റെ ഈ ഗെയിമിൽ ലീഡർഷിപ്പ് എന്ന കാര്യത്തിൽ മനസ്സിലാവുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ തന്നെ മതി. പുതിയതായിട്ട് മനസ്സിലായ കാര്യം വേണ്ടി അത് പറയാം. പിന്നെ ഇത് അത്രയ്ക്ക് സീരിയസ് ആയിട്ട് കളിക്കണം. കാരണം ഇത് കണ്ണടച്ചിട്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് കോൺഫിഡൻസ് വേണം. പിന്നെ അതുപോലെ തന്നെ ഹൃദയം പാടില്ല. Happy birthday. Happy birthday to
Happy birthday to you. Happy birthday to you. Happy birthday to you, Shivani. Happy birthday. Happy birthday to both of you. നേതൃത്വ പരിശീലനം, പ്രസംഗ പരിശീലനം. ആദ്യമേ ക്ലാസ്സിൽ വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ ഈ പരിപാടിയുടെ ഉദ്ദേശമെന്ന് ആദ്യമേ പറഞ്ഞു. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? എന്തായിരുന്നു? ആത്മാഭിമാനം വളർത്തുക, അല്ലെ? സെൽഫ് കോൺഫിഡൻസ്. പിന്നെന്താ പറഞ്ഞത്? ഓർക്കണ്ട? സെൽഫ് കോൺഫിഡൻസും പിന്നെന്താ അതിന് പറഞ്ഞല്ലോ. രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്. സ്വയം നമ്മളെ കുറിച്ച് ഒരു കഴിവുണ്ടെന്ന് തോന്നണം നമുക്ക്, അല്ലേ? അങ്ങനെ അല്ലേ പറഞ്ഞേ? എന്നിട്ട് ഈ ഒരു മാസം കൊണ്ട് വലിയ കാര്യമായിട്ടില്ലെങ്കിലും നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു മാറ്റം വന്നുവെന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റേജിൽ കയറി എന്തെങ്കിലും പറയാമെന്നൊരു ആത്മവിശ്വാസം കിട്ടി തോന്നുന്നുണ്ടോ? ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നേതൃത്വ പ്രസംഗ പരിശീലനത്തിൻ്റെ സമാപനം കുറിക്കുന്ന ഈ ദിവസം നിങ്ങളെ ഇതിനൊക്കെ പ്രാപ്തനാക്കിയ ഒരാളോടെയുണ്ട്, അറിയൂ. ദ ഗ്രേറ്റ് ജിനോ കണ്ണൻ. കൺഗ്രാറ്റുലേഷൻസ്. മറ്റു പലരുണ്ട്, സമയക്കുറവുള്ളത് പറയുന്നില്ല. ഇവിടെ നിങ്ങൾ പഠിപ്പിച്ച 2-3 കാര്യങ്ങൾ: ആത്മധൈര്യം, നേതൃത്വ പരിശീലനം. ഒരു നേതാവിന് വേണ്ട ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം: അവൻ വഴി അറിയണം, വഴിയിലൂടെ നടക്കണം, മറ്റുള്ളവരെ ആ വഴിയിലൂടെ നടത്തണം. മനസ്സിലായോ? ലീഡർക്ക് വഴി തെറ്റിയാൽ എല്ലാം തെറ്റും, ശരിയല്ലേ? 1-2 കാര്യങ്ങളിൽ തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞു. അതിലൊക്കെ കുറച്ച് കഴിവുകൾ കിട്ടിയിട്ടുണ്ട് ഈ ഒരു മാസം കൊണ്ട്. അത് കൂടുതൽ കാത്തു സൂക്ഷിക്കുവാനും ഇനി നമുക്ക് ഇവിടെ തുടർന്ന് ഉള്ള GS-ഉമായിട്ട് കൂടിയാലോചിച്ചിട്ട് ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ ഇങ്ങനെ കൂടുവാനായിട്ട്, സ്കൂൾ അടയ്ക്കുമ്പോഴൊക്കെ കൂടുവാനായിട്ട് അവസരം ലഭിക്കട്ടെ. ഇത് അവസാനമായിട്ടുള്ള കൂടലല്ല നിങ്ങൾക്കൊക്കെ വീണ്ടും വീണ്ടും കൂടുവാനായിട്ട് ആഗ്രഹമില്ലേ? ഇതിപ്പോൾ അവസാനിപ്പിക്കുന്നതിൽ വിഷമാണല്ലേ? അപ്പോൾ നമുക്ക് ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുമ്പോൾ നമുക്കതിന് പറ്റില്ലല്ലോ. എല്ലാവരുമായിട്ട് ആലോചിച്ച് തുടർന്ന് കൂടുവാനുള്ള അവസരം ഉണ്ടാവും. എല്ലാവരെയും ദൈവാനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമക്കളെ, ഇത് നമ്മുടെ ഒരു തുടക്കമാണ്. ഇത് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ മാസവും നമുക്ക് അവധിയുള്ള ഒരു ദിവസം കൂട്ടായ്മ നടത്തുകയാണെങ്കിൽ ഇത് നന്നായിരിക്കും, തുടർന്നും പോകും, പിള്ളേർക്കൊരു പ്രോത്സാഹനമായിരിക്കും. അതുകൊണ്ട് ഈ ഭാരവാഹികളെല്ലാം കൂടെ തീരുമാനിച്ച് കുട്ടികളുടെ അവധി ദിവസം നമുക്ക് കണ്ടുപിടിച്ച് മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഇവരുടെ ഒരു കൂട്ടായ്മ, ഇനി സ്കൂളൊക്കെ തുറക്കുമ്പോൾ ഇവരുടെ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നമുക്കൊരു 100 കുട്ടികളെങ്കിലും ഇവിടെ വരത്തക്ക രീതിയിലുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഇതിനെ വളർത്തണമെന്ന് എൻ്റെ അഭ്യർത്ഥന. ഇവിടെയുള്ള എല്ലാ GMs മെമ്പേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായിട്ടുള്ള കുട്ടികളെ, ഈ 6-7 ദിവസം എത്ര ദിവസം നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് എന്താ അറിവായിരുന്നോ നിങ്ങൾക്ക് കിട്ടിയ? നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു കോൺഫിഡൻസ് ആയോ? ഒരു മൈക്കൊക്കെ തരുമ്പോൾ എല്ലാ ദിവസവും പറ്റില്ല എന്ന് പറഞ്ഞ് മാറിക്കൊണ്ടിരുന്നവർക്കൊന്ന് മൈക്ക് പിടിക്കാനുള്ളൊരു കോൺഫിഡൻസ് വന്നോ? പിന്നെ ഈ 6-7 ദിവസം വിനോദങ്ങളും ഒക്കെ പറഞ്ഞു തന്നതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ കിട്ടിയത്? കുറച്ച് അറിവുകൾ കിട്ടിയല്ലേ? ഒരു കൂട്ടായ്മ കിട്ടിയല്ലേ? ഇനി എവിടെയെങ്കിലും സ്കൂളിലോ പള്ളിയിലോ ഒക്കെ വെച്ച് കാണുമ്പോൾ അന്ന് GSMന്റെ ക്ലാസ്സിലുണ്ടായിരുന്നവരാണ്. ഓർക്കുമോ നിങ്ങളെങ്ങനെ? ഈ GSM എന്ന പേരിൽ ഇങ്ങനെ ഒരു സംഘടന ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളും ഇപ്പോൾ നിങ്ങൾ കണ്ടു. ഞാനിതിൻ്റെ ഭാഗമല്ല, ഞാൻ പുറത്തുനിന്ന് വരുന്ന ആളാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഘടന ഉണ്ടായെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകൾ നോക്കിയാൽ മനസ്സിലാവും. ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് ഏറ്റവും മുതിർന്ന നമ്മുടെ ജോസഫ് സാറാണ്, എൻ്റെ സാറാണ്. 6ാം ക്ലാസ്സിലെ എൻ്റെ ക്ലാസ് ടീച്ചറുമാണ്. സാറ് റിട്ടയർഡായ ഒരാളാണ്. ഇനിയും ഇവരൊക്കെ ഏറെക്കുറെ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എത്തിയ ആളുകളാണ്. എന്താണ് ഇവരെ ഇവിടെ ഇങ്ങനെ ഒന്നിപ്പിച്ചിരുത്തണേ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതല്ല. കാരണം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ പോലെ ഇങ്ങനത്തെ ക്യാമ്പുകളല്ലായിരുന്നു ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് വെക്കേഷനോ അവധി ദിവസമോ ഒക്കെ ഞങ്ങളുടെ ക്യാമ്പ് വളരെ രസകരമായിരുന്നു.
ആ രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധിതമായിട്ട് ഞങ്ങൾ ചെയ്യേണ്ട കുറേ പണികളുണ്ടാവും. പാടത്ത് പോകണം, ആടിനെ തീറ്റാൻ പോകണം, പശുവിനെ അഴിക്കാൻ പോകണം. പാടത്ത് കൊയ്ത്താണെങ്കിൽ അന്ന് കാലത്ത് തുടങ്ങി എല്ലാ നേരം വൈകുന്നേരം ഉച്ചയാവണ വരെ കറ്റ കൊണ്ടണം. കൊയ്യാൻ പോകുന്ന ആളുകളുടെ വീട്ടിലെ കുട്ടികൾക്കാണെങ്കിൽ പിന്നെയുണ്ട് പണി. അവർക്ക് കറ്റ ചോന്നാൽ തീരും. പക്ഷെ കൃഷി നടത്തുന്നവരുടെ വീട്ടിലെ പിള്ളേരാണെങ്കിലോ അവന് പിന്നെ വയക്കോറുണക്കാൻ പോകണം. ജീവിതത്തിൽ പല സ്റ്റേജിൽ ഞങ്ങൾ എത്തിയെങ്കിലും അതൊക്കെ എന്താ പറയുക, ആരുടെ ഒരു ട്രെയിനിങ്ങോ വലിയ പരിശീലനമോ വലിയ ഇതൊന്നും കിട്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്കൊക്കെ ഞങ്ങളുടെ ജീവിതാനുഭവം പറഞ്ഞു തരാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളെ ലക്ഷ്യബോധവും കാര്യപ്രാപ്തിയുള്ള ആളുകളാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ ക്യാമ്പിൻ്റെ ഒരു ലക്ഷ്യം. ഇവിടെ തരുന്ന ഓരോ ഗെയിംസും നിങ്ങൾക്ക് തരുന്ന ഓരോ പരിശീലനങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നാളെ വെക്കേണ്ട ഓരോ ചുവടുകളായിട്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കത് വളരെ പോസിറ്റീവാകും. അതാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. അപ്പോൾ നമ്മൾ GSMൻ്റെ ആഭിമുഖ്യത്തിൽ ഈ സമ്മർ വെക്കേഷൻ ക്യാമ്പ് നടത്തി. അതിൻ്റെ ലക്ഷ്യം പ്രസംഗ പരിശീലനവും അതുപോലെ തന്നെ നേതൃത്വ പരിശീലനമൊക്കെ ആയിരുന്നെങ്കിലും സ്വാഭാവികമായിട്ടും അങ്ങനെ പറഞ്ഞ് നമ്മൾ പ്രോഗ്രാം നടത്തി കഴിഞ്ഞാൽ പല കുട്ടികൾക്കും വരാനൊരു താല്പര്യക്കുറവ് വരും. അവർ ഈ സമ്മർ വെക്കേഷനിൽ കളിച്ചെടുക്കുന്ന സമയത്ത് ഇവിടെ വന്നിരുന്ന് പ്രസംഗ പരിശീലനം പോലുള്ള ഈ ചെറുപ്രായത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾ നിർബന്ധിച്ച് വരുന്നവരായിരിക്കും കൂടുതലും. അപ്പോൾ ആദ്യത്തെ ദിവസം എല്ലാവരുടെയും മുഖത്തു നിന്ന് നമുക്കത് വായിച്ചെടുക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് പതുക്കെ ഒരു സമ്മർ വെക്കേഷൻ ക്യാമ്പ് എന്ന പേരിലേക്ക് മാറ്റിയത്. അതായത് കൂടുതൽ കളികളുടെ ഒപ്പം കുറച്ച് കാര്യങ്ങളും പഠിക്കുക. കാരണം നമ്മൾ സ്കൂളിൽ തന്നെ എന്തോരം തിയറിയാണ് പഠിക്കുന്നത് ഒരു വർഷം. ഈ എക്സാമും കഴിഞ്ഞ് ഒരു പക്ഷേ 2 മാസം കഴിഞ്ഞ് അടുത്ത വർഷം ചോദിച്ചാൽ ഒരു പക്ഷേ നമ്മൾ ഓർത്തിരിക്കണമെന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ കിട്ടുന്ന നിസ്സാര സമയം നമ്മൾ ഇങ്ങനെ കൂടുതൽ എങ്ങനെ പ്രസംഗിക്കണം, എങ്ങനെ ഒരു നേതാവാവണം എന്നൊക്കെ പഠിപ്പിച്ചാൽ പോലും നമുക്ക് പെട്ടെന്ന് മനസ്സിൽ കയറണമെന്നില്ല. അതുകൊണ്ടാണ് ഗെയിംസുകളിലൂടെ നിങ്ങളെ പരിശീലിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്തു. നിങ്ങൾ ഓരോ കളികൾക്ക് ശേഷം നിങ്ങൾ സ്വയം ചെയ്ത് മനസ്സിലാക്കി, മറ്റുള്ളവരുടെ മിസ്റ്റേക്കുകൾ കണ്ട് മനസ്സിലാക്കി, സ്വയം നമുക്ക് വന്ന മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി, മറ്റുള്ളവരിലുണ്ടായ ഇമ്പ്രൂവ്മെൻറ്റ്സ് കണ്ട് നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങളിലുണ്ടായ ഇമ്പ്രൂവ്മെൻറ്റ്സ് നിങ്ങൾ സ്വയം മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഇനി എല്ലാ വർഷങ്ങളിലും ഇതുപോലെ വെക്കേഷനുകളിൽ കുട്ടികൾക്കായിട്ടുള്ള ഇതുപോലത്തെ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യും. അപ്പോൾ തുടർന്നും അതിനുള്ള എല്ലാ സപ്പോർട്ടും GSMൻ്റെ മെമ്പേഴ്സ് നാട്ടിലിരുന്നുകൊണ്ടും വിദേശത്തിരുന്നുകൊണ്ടും നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ അവരെല്ലാവരെയും ഓർക്കുകയാണ്. കാരണം അവരുടെ എല്ലാം സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ കുറച്ച് പേര് ഇവിടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ആളുകൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഫൈനലായിട്ട് 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞ് നിർത്താണ്. നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു മനുഷ്യൻ്റെ, ഒരു നേതാവിൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ എപ്പോഴും നമ്മൾ തയ്യാറാവണം. ഒരു കാര്യം. രണ്ടാമത്തെ കേസ് പറഞ്ഞു, ആരെങ്കിലും നമ്മൾ വിമർശിച്ചാൽ അതിൽ കാര്യമുണ്ടെങ്കിൽ നമ്മളതിനെ ക്രിയാത്മകമായിട്ട് തന്നെ എടുക്കണം, പോസിറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് എടുക്കണം. അതല്ല അനാവശ്യമായി നിങ്ങൾ ആരെങ്കിലും കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങളെ തളർത്തരുത്. അതാണ് നമ്മൾ പറഞ്ഞ ഒരു നല്ല കോൺഫിഡൻ്റ് ഉള്ള നല്ല ഗട്ട് ഫീലിംഗ് ഉള്ള കുട്ടികളായിട്ട് വളർന്നു വരണം. GSMൻ്റെ ലക്ഷ്യം തന്നെ അതാണ്. നിങ്ങൾ ഓരോ കുട്ടികളും വളർന്ന് വലുതായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നല്ല ധൈര്യമുള്ള, എന്ത് കാര്യം ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ തയ്യാറുള്ള, ഇനിഷ്യേറ്റീവ് എടുക്കാൻ തയ്യാറുള്ള, മറ്റു ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, കുറച്ച് സമയം കണ്ടെത്താൻ സമയം കണ്ടെത്തുന്നതിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ചെറിയ നേതാവായിട്ട് വളരണം. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ബിനോയ്. ഞാനിവിടെ ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് കണ്ടിട്ടാണ് കുട്ടികളെ കൊണ്ടുവന്നത്. ഞായറാഴ്ച 2 മണിക്കൂർ പ്രോഗ്രാം തീർച്ചയായിട്ടും ഒരു ഗുണകരമാകുന്ന ഒരു പ്രക്രിയ ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് വന്നപ്പോൾ ഞാനിവിടെ കണ്ടത്, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സംഘടിപ്പിക്കാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ മനസ്സാണ്. കാരണം ഇവരോടത് പറയുന്നതിനേക്കാളും എനിക്ക് പറയേണ്ടിയിരുന്നത് ഇവരുടെ മാതാപിതാക്കളോടാണ്. ഇത്രയും നല്ല രീതിയിലൊരു സംവിധാനം. കാരണം കുട്ടികളെല്ലാവരും ലുലു മാളിലോട്ട് പോകാന്നാണ് പറയാം വെക്കേഷൻ ആയി കഴിഞ്ഞാൽ, അല്ലേ? സാധാരണ എല്ലാവരും ലുലു മാളിൽ പോവാം, അല്ലെങ്കിൽ പുതിയ ഫോറമിൽ പോവാം എന്നൊക്കെ പറയാം. നമ്മളുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ആളുകൾ അറിയേണ്ട കുറെ അനുഭവങ്ങൾ നമ്മൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെറുപ്പത്തിൽ. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അത് കിട്ടാറില്ല. ഇവിടെ വരുമ്പോൾ കൃഷി എന്താണ്, അല്ലെങ്കിൽ ഈ മണ്ണ് ഉള്ള സ്ഥലങ്ങളിൽ ഓടിക്കളിക്കാൻ പറ്റുന്ന സാഹചര്യം എന്താണ് എന്നൊക്കെ അറിയാൻ പറ്റും.
അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ഒരുക്കിയ ഇവിടുത്തെ സംഘാടകർ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ 2-3 ഞങ്ങൾ ചർച്ച ചെയ്തു. അതിമനോഹരമായിട്ടുണ്ട്. ഭാവിയിലെ തലമുറയ്ക്ക് പ്രത്യേകിച്ച് ഈ മഞ്ഞപ്പുറ, അങ്കമാലി ഭാഗത്തൊക്കെ എല്ലാവരും പുറത്തോട്ട് പോകുന്ന ആൾക്കാരാണ്. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ പലരും പുറത്തോട്ട് പോകും, യൂറോപ്പിലോട്ട് പോകുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം നമ്മളുടെ ഒരു കഷ്ടം അങ്ങനെ മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവരവിടെ പോകുമ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അനുഭവമായിരിക്കും ഇവിടെ ലഭിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാക്കുന്ന വ്യത്യസ്തമായ ഒരൊറ്റ കാര്യമുള്ളൂ, അത് വൃത്തിയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാ റോട്ടിലും ഇവിടെയൊക്കെ നിറച്ച് പ്ലാസ്റ്റിക് ഉണ്ട്. നിങ്ങൾ പുറത്തോട്ട് പോയാൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ ആൻറ്റിമാരോ ചേച്ചിമാരോ ഒക്കെ ചോദിച്ചാൽ പറയാൻ പറ്റും, അവിടെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ റോട്ടിൽ ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇവിടുത്തെ ഈ സാഹചര്യത്തിൻ്റെ അതേ കാലാവസ്ഥ, ഇതിനേക്കാൾ മോശമാണ് കാലാവസ്ഥ ഞാൻ കേട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ അനുഭവം അതാണ്. തണുപ്പ് കൂടുതൽ, ചൂട് കൂടുതൽ. ഇത്രയും നല്ലൊരു കാലാവസ്ഥയുള്ള സാഹചര്യത്തെ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കി തന്ന ഇതിൻ്റെ സംഘാടകർ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മാതാപിതാക്കളുടെ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയ്ക്ക് സംസാരിക്കാനുള്ളത്. 3 പേരോട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ 3 മക്കളുണ്ട്, ഇസാ, ജോസഫ് ആൻഡ് എമ്മ. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചകളിൽ ഇഷ്ടംപോലെ പ്രോഗ്രാമുള്ള ആളുകളാണ് ഇതിൻ്റെ സംഘാടകർ, അല്ലെങ്കിൽ ട്രെയിനിങ് ഒക്കെ നിങ്ങൾക്ക് തരുന്ന ടിറ്റോ ചേട്ടനും ഇദ്ദേഹമൊക്കെ. അപ്പം അതിനു വേണ്ടി ഇവരെടുക്കുന്ന എഫേർട്ടിന് ഒരിക്കലും കാണാതിരിക്കാൻ പറ്റില്ല. നിരന്തരമായിട്ടൊരു പരിപാടിക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പ്രത്യേകിച്ച് അവർക്ക് ഇഷ്ടംപോലെ വേറെ പ്രോഗ്രാമുകളുണ്ട്, സാമൂഹികമായിട്ടുള്ള പല കാര്യങ്ങളിൽ ഇടപെടുന്ന ആൾക്കാരാണ്. അതിനിടയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ സമയം ചെലവഴിച്ചുകൊണ്ട് കൃത്യമായി ഇവിടെ വന്ന് നമ്മുടെ കുട്ടികൾക്ക് നല്ല പരിശീലനം നൽകുന്ന ഇതിൻ്റെ കോർഡിനേറ്റർ, ട്രെയിനർ, എല്ലാവർക്കും, എല്ലാ കുട്ടികളുടെ മാതാപിതാക്കളെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഞാൻ നന്ദിയുടെ ഒരു വാക്ക് പറയുകയാണ്. കാരണം നന്ദി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇവിടെ ക്ലാസ് അവൾ പറഞ്ഞ പോലെ തന്നെ എനിക്കും ആദ്യം പപ്പ വിളിച്ചപ്പോൾ പ്രസംഗ പരിശീലനം ഉണ്ട്. അപ്പോൾ ശനി ഞായർ മാത്രമാണ് അവിടെ കളിക്കാനൊക്കെ. ഞങ്ങളവിടെ പിള്ളേർ കുറേ പേര് ഒരുമിച്ച് കൂടും, ഞങ്ങളവിടെ കുറേ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ ശനി ഞായർ ഇതിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ അലമ്പാവില്ല. എനിക്ക് ഫുൾ ടൈം നിന്ന് പഠിക്കണം, ഇവിടെ പ്രസംഗമൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. കളിക്കാനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല. ഭയങ്കര മടിയായിരുന്നു എനിക്ക് 2 ദിവസമൊക്കെ വരാനായിട്ട്. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് വേണ്ടി മാത്രം ഞാൻ ശനിയാഴ്ച വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അവിടെ പോകണമല്ലോ, ഞാൻ പപ്പോട് തലേ ദിവസം തന്നെ പറയും നാളെ പോകണ്ടേ അങ്ങനെയൊക്കെ ചോദിച്ച്. നല്ല രസമായിരുന്നു ഇവിടുത്തെ കളികളൊക്കെ. പഠിക്കാനും പറഞ്ഞു തന്നെ കാര്യങ്ങളായാലും കുറച്ച് നേരം ഉള്ളൂങ്കിലും അത് നല്ലോണം മനസ്സിലാവുന്ന രീതിയിലായിരുന്നു പറഞ്ഞു തന്നെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. എനിക്ക് ഈ ക്ലാസ് വളരെ ഇഷ്ടമായി. 8 ദിവസം വളരെ എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ 2 ദിവസം എനിക്കൊന്നും വരാൻ സാധിച്ചില്ല, കാരണം എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു എൻ്റെ അമ്മ വീട്ടിൽ. പിന്നെ എനിക്ക് ഈ ജിരോങ്ങളെടുത്ത ക്ലാസ് ഇത് മനസ്സിലായത് സെൽഫ് കോൺഫിഡൻസ് വേണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ആത്മാഭിമാനവും ധൈര്യത്തോടും ചെയ്യണം. അങ്ങനെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഞാനിവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് പ്രസംഗം പഠിക്കണ ഏത് സമയം പ്രസംഗം തന്നെ ആയിരിക്കും നേരത്തെയാണ് ഞാൻ വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ പ്രസംഗത്തേക്കാൾ കൂടുതൽ ഇവിടെ കളികളായിരുന്നു. അത് കാരണം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇവിടുത്തെ ക്ലാസ്സുകളും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.